അടുത്തതായിട്ട് നമുക്ക് ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് വരേണ്ടത്. നീരജ് സിമന്റ് സ്ട്രക്ചറൽസ് ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ കമ്പനിക്ക് പുതിയതായിട്ട് ഓർഡർ നേടിയതായിട്ടാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. 96.1 കോടി രൂപയുടെ ഒരു ഓർഡറാണ് നേടിയിരിക്കുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അതോറിറ്റിയിൽ നിന്നാണ് ഓർഡർ നേടിയെന്ന് കൂടിയാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഉള്ള ഒരു ഓഹരി കൂടിയല്ല, മാത്രമല്ല വലിയ തോതിൽ സെല്ലിംഗ് പ്രഷർ നേരിടുകയും വളരെ വോളറ്റൈലായിട്ട് നിൽക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ഇത്. സോ നീരജ് സിമന്റിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എങ്ങനെയാണ് സഫർ? ഹയർ ലെവലെല്ലാം ബിയറിഷ് ക്യാനൽ ഫോർമേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കറൻ്റ്ലി ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ലാസ്റ്റ് 1 വീക്കായിട്ട് ഒരു മൊമെൻറ്റം ബിൽഡപ്പാണ് കാണാൻ സാധിക്കുന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 22 ഡിസംബറിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം ക്യാനൽ ഫോർമേഷൻ വിത്ത് ഹൈ പോക്കറ്റ് പിവറ്റ് വോളിയമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി ഒരു പുൾ ബാക്ക് റാലി സെറ്റിലാണെന്ന് പറയാൻ സാധിക്കും. കൂടാതെ 38 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്നതാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിഡേറ്റായി ഒരു മൊമെൻറ്റം ബസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം 4.32% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ്, അതായത് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ, എക്സാക്ട് പറയുകയാണെങ്കിൽ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.